ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവനാണ് നമ്മോടൊപ്പമുള്ളത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഇന്ന് തുടക്കം കുറിക്കാൻ പോകുമ്പോൾ അദ്ദേഹം സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു. അങ്ങ് നേരിട്ട് വന്ന് വിലയിരുത്തുകയാണ്. എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഞങ്ങൾക്ക് അലകൂട്ടി ഈ വർഷത്തെ തീർത്ഥാടന കാലഘട്ടം ഏറ്റവും ഭംഗിയായും സുഗമമായും സുരക്ഷിതമായും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം ഫലപ്രദമായും വിജയകരമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തിലുമെല്ലാം വന്ന് കാണാൻ കഴിഞ്ഞത്. പമ്പയിലിപ്പോൾ കൂടുതലായി കഴിഞ്ഞ വർഷം ഇല്ലാതിരുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 3000 പേർക്ക് വിരിവയ്ക്കാനുള്ള 20,000 സ്ക്വയർ ഫീറ്റ് പന്തൽ തീർത്തു. അവിടുത്തെ ഗസ്റ്റ് ഹൗസ് പുനരുദ്ധരിച്ച് വാസയോഗ്യമാക്കി. അതേപോലെ തന്നെ അവിടെ നനയാതെ നിൽക്കാൻ 5000-ൽ പരം ആളുകൾക്ക് റൂഫിങ്ങുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിലയ്ക്കൽ ഏതാണ്ട് 17,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ജർമ്മൻ പന്തൽ തീർത്ത് 2,500 പേർക്ക് വിരിവയ്ക്കാം. സന്നിധാനത്തിൽ അതുപോലുള്ള പുതിയ സംവിധാനങ്ങൾ ഒരുക്കി. അങ്ങനെ എല്ലാ മേഖലയിലും പുതിയ സാഹചര്യങ്ങൾ ഒരുക്കിയെടുത്തിരുന്നു. ഇവിടെ മരക്കൂട്ടത്താണ് 1000 പേർക്ക് ഇരിക്കാവുന്ന കസേര കയറി വരുമ്പോൾ സ്റ്റീൽ കസേര ഞങ്ങൾ പറഞ്ഞിരുന്നു, അത് പൂർത്തീകരിച്ചു. ഇപ്പോൾ ഇവിടെ സന്നിധാനത്തിലെ ദേവസ്വം ഗസ്റ്റ് ഹൗസ് 54 മുറികളുള്ളത് പുനരുദ്ധരിച്ചു, ഏറ്റവും നല്ല വാസയോഗ്യമാക്കി. ഇതുകൂടാതെ ഇവിടെ മഴ നനയാതെയും വെയിലുകൊള്ളാതെ നിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന പുതിയ സാഹചര്യം ഇവിടെ ഒരുക്കിയെടുത്തു. ഇപ്പോഴും തീർത്ഥാടകർക്ക് ആശങ്കയുള്ളത് 8 മണിക്കൂറിലധികം ക്യൂ നിൽക്കേണ്ടി വരുന്നു. കഴിഞ്ഞ തവണയൊക്കെ അതാണ് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയത്. ഇപ്രാവശ്യം അങ്ങനെ വലിയ തിരക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യും? അതിനിപ്പോൾ നമ്മൾ മുൻകൂട്ടി വെർച്വൽ ക്യൂ നിശ്ചയിച്ച് അതിൻ്റെ പരിമിതി 70,000 പേർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആ കാര്യത്തിൽ അവസാനമായി വെർച്വൽ ക്യൂവിൽ അല്ലാതെ വരുന്ന ഒരു തീർത്ഥാടകനും ദർശനം കിട്ടാതെ പോകരുത്. അതുകൊണ്ട് അവർക്കായിട്ടുള്ള പ്രത്യേക സംവിധാനം ഒരുക്കി തത്സമയം രജിസ്ട്രേഷനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ദർശനത്തിനുള്ള സൗകര്യം പൂർണ്ണതയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിൽ ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി. പോലീസിനെ ആവശ്യത്തിനുള്ള വിന്യസിച്ചു കഴിഞ്ഞു. ഫയർഫോഴ്സ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. കാനനപാതയിൽ കൂടി കടന്നു വരുന്ന കേന്ദ്രങ്ങൾ 132ഓളം കേന്ദ്രങ്ങൾ ഇപ്പോൾ അവർക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലയും വളരെ കുറ്റമറ്റതാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ കാലകൂട്ടി തന്നെ ഞങ്ങൾ ആരംഭിച്ചിരുന്നു ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ. ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാം കൂടി ചേർന്ന് നടത്തിയ കൂട്ടായ പരിശ്രമത്തിൻ്റെ നെറ്റ് റിസൾട്ടാണ് ഇന്നിപ്പോൾ വന്ന് പരിശോധിക്കുമ്പോൾ എല്ലാ രംഗവും നമുക്ക് നല്ല രൂപത്തിലേക്ക് തീർത്ഥാടകർക്ക് വന്നു പോകാൻ കഴിയുന്ന സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത്. 18-ാം പടിയിൽ അനുഭവസ്ഥരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെയായിരിക്കും ഇപ്രാവശ്യം നിയോഗിക്കുക. ഇപ്പോൾ 13,600 പോലീസുകാരെ ഇവിടെ വിന്യസിച്ച് കഴിഞ്ഞു. അതിൽ പരിചയസമ്പന്നനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് അതിന് നേതൃത്വപരമായ പങ്കുവയ്ക്കുന്ന ADGP ശ്രീജിത്തും വിനോദമൊക്കെ മുമ്പ് തന്നെ ഇവിടെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുള്ളവരാണ്. അതുപോലുള്ള ഇവിടെ മുമ്പ് ഡ്യൂട്ടി നിർവഹിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 18-ാം പടിയിലും അത്തരത്തിൽ പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വിഷമം കൂടാതെ ഈ പ്രാവശ്യത്തെ തീർത്ഥാടനം ഭംഗിയായി വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയും. 18-ാം പടിയിൽ അനുഭവസ്ഥരായ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെയായിരിക്കും ഇക്കുറി നിയോഗിക്കുക എന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും സുഖദർശനം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.